ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1742. ഇന്ന് ഒക്ടോബർ മാസം 7-ാം തീയതി, 281-ാമത്തെ ദിവസത്തിലെത്തി. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25-ാം അധ്യായം, അതിന്റെ പാതി കഴിയുന്ന ഭാഗം മുതൽ ഇങ്ങനെ ക്രിസ്തുയേശുവിന്റെ ചില സങ്കടങ്ങളും ഓർമ്മപ്പെടുത്തലുകളുമുണ്ട്. സ്വാഭാവികമായും അവസാനത്തെ ആ നിർണായക നേരത്ത് ഞാനും നിങ്ങളും, നമ്മൾ ഓരോരുത്തരും കൃത്യമായ അവനവൻ അർഹിക്കുന്ന ഇടത്തേക്ക് വേർതിരിക്കപ്പെടും, മാറ്റപ്പെടും. സംശയമൊന്നുമില്ല. അതേത് പക്ഷമാണ്, ഭാഗമാണ്. അതിന് ക്രിസ്തുയേശു ഉപയോഗിക്കുന്നത് 6 ചോദ്യങ്ങളടങ്ങിയ ഒരു പരീക്ഷയാണ്. 6 ചോദ്യങ്ങളും മുൻകൂട്ടി തന്നിട്ടുമുണ്ട്. എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു. ഒരു മനുഷ്യന്റെ ഏറ്റവും നിസ്സഹായതയുമായി ബന്ധപ്പെട്ട, ഒരു മനുഷ്യന്റെ ഏറ്റവും ദാരിദ്ര്യവുമായി ചേർന്ന് നിൽക്കുന്ന 6 കൂട്ടം കാര്യങ്ങളാണ്. ഇതിനോടുള്ള എൻ്റെ മനോഭാവം എന്താണ്? ഇതിനോടുള്ള എൻ്റെ സമീപനം എന്താണ്? ഇവരോടൊക്കെയുള്ള എൻ്റെ മനോഭാവവും സമീപനവും ഒടുവില് ദൈവപക്ഷത്ത് എന്നെ എത്തിക്കും, അല്ലെങ്കിൽ ദൈവം മാറ്റി നിർത്തുന്ന അന്ധകാരവും കരച്ചിലും പല്ലുകടിയുമൊക്കെയുള്ള ഒരു ഭാഗത്ത് ഞാൻ വീഴ്ത്തപ്പെടും. എന്റെ വിധി നിർണയിക്കുന്നത് അപ്പോൾ സത്യത്തിൽ ദൈവമല്ല. അതൊരു വലിയ അത്ഭുതമാണ്. ആശ്വാസമായി അത് മാറുന്നില്ല, ഭീതിപ്പെടുത്തുന്ന ഒരു അത്ഭുതമാണ്. എന്റെ അന്ത്യവിധി നിർണയിക്കുന്നത് ദൈവമല്ല, പിന്നെ ആരാണ്? എന്റെ ഈ ഭൂമിയിലെ ജീവിതം തന്നെയാണ്. എങ്ങനെയൊക്കെയാണ് ഞാൻ ദരിദ്രരോടും ദുർബലരോടുമൊക്കെയുള്ള ഇടപെടലും സമീപനവും ഒക്കെ വിശ്വാസിയാണെന്ന് തെളിയിക്കാനും ആത്മീയ മനുഷ്യനാണെന്ന് ഒരു പൊതുജന അഭിപ്രായം നേടാനും ഞാൻ നടത്തുന്ന പ്രഹസനങ്ങളെ ഇന്നെങ്കിലും ഒന്ന് ഓർത്തെടുക്കണം. ദൈവം അതിൽ ഒട്ടും പ്രസാദിക്കുന്നില്ല എന്ന് തിരിച്ചറിയണം. മാത്രമല്ല, ദൈവം അതിൽ ഒത്തിരി വേദനിക്കുന്നുണ്ടെന്നുകൂടി മനസ്സിലാക്കണം. ഒപ്പമുള്ള മനുഷ്യരിൽ ദൈവാംശം കാണാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ കഴിയാതെ പോകുന്നവരുടെ ദൈവ അന്വേഷണം എന്തുമാത്രം പരാജയപ്പെട്ടതാണ്, എന്തുമാത്രം സഹതാപത്തിന് അർഹമായതാണ്. ഞാന് എന്നാണ് ഒരു നല്ല വിശ്വാസിയായിട്ട് ക്രിസ്തുയേശുവിന് ആ അനുരൂപനായി മാറുന്നത്? വേദനയോടും ഇത്തിരി പ്രാർത്ഥനയോടും കൂടി. ആമേൻ.